ആത്മഹത്യ ചെയ്ത തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ തിരുമല അനിലിന്റെ സംസ്കാരം ഇന്ന് നടക്കും. സിപിഐഎമ്മും പോലീസും വേട്ടയാടിയതിനെ തുടർന്നാണ് തിരുമല അനിൽ ആത്മഹത്യ ചെയ്തത് എന്ന ആരോപണവുമായി ഇന്നലെ ബിജെപി നേതൃത്വം രംഗത്തെത്തിയിരുന്നു. തിരുമല അനിൽ പ്രസിഡന്റായിരുന്ന തിരുവനന്തപുരം ജില്ലാ ഫാം ടൂർ സഹകരണ സംഘത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. പാർട്ടിയിൽ നിന്ന് സഹായം ലഭിക്കാത്തതിനെ തുടർന്നാണ് ആത്മഹത്യയെന്നായിരുന്നു സിപിഐഎമ്മിന്റെ ആരോപണം. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, ഇതുമായി ബന്ധപ്പെട്ടൊരു രാഷ്ട്രീയ വിവാദവും രാഷ്ട്രീയ വിമർശനങ്ങളും സജീവമാകുന്നുണ്ട്. ബിജെപി നേതൃത്വം ആ വിമർശനങ്ങളെ പ്രതിരോധിക്കുന്നത് എങ്ങനെയാണ്? മറിച്ചൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ്. സിപിഐഎം നേതൃത്വം അടക്കം വിമർശനം ശക്തമാക്കുന്ന സാഹചര്യം എന്താണ്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി സംഭവിക്കുന്നത് ഉമേഷ് ബാലകൃഷ്ണൻ. ഇന്നലെ രാത്രിയോടെയാണ് രഞ്ജിത്ത് ബി.ജെ.പി. നേതാക്കൾ വീണ്ടും മാധ്യമങ്ങളെ കാണുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണുകയും CPM-ന്റെയും പോലീസിന്റെയും പീഡനത്തെ തുടർന്നാണ് അനിൽകുമാർ തിരുമല അനിൽ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ള വിമർശനമാണ്, അത്തരമൊരു ആരോപണമാണ് ഉയർത്തിയിരിക്കുന്നത്. കാരണം ഈ ഫാം ടൂർ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടുള്ള പണം വായ്പാ തിരിച്ചടവുണ്ടായിരുന്നു. ആ വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് നിക്ഷേപകർക്ക് പണം ഉടൻ നൽകിയില്ല എങ്കിൽ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുമെന്നും ദേഹോപദ്രവം ഏൽപ്പിക്കുമെന്നും പോലീസ് ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു ബി.ജെ.പി. നേതാക്കളുടെ ഇപ്പോഴത്തെ പ്രതിരോധം. എന്തായാലും ഈ വിഷയം ഉയർത്തിക്കൊണ്ട് നാളെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താനും ബി.ജെ.പി. തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം CPM ഒരു ഭാഗത്ത് ബി.ജെ.പിക്കെതിരെയുള്ള വിമർശനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ തിരുമല അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ സൊസൈറ്റിയിലെ സഹകരണ സംഘത്തിലെ 7 കോടിയോളം വരുന്ന വായ്പ, ആ വായ്പ തിരിച്ചടവ് മുടങ്ങിയിട്ടും അതിന്റെ സഹായം തേടി ബി.ജെ.പി. നേതൃത്വത്തെ സംസ്ഥാന പ്രസിഡന്റിനെ അടക്കം സമീപിച്ചിട്ടും അതും ഒരു സഹായവും ഉണ്ടായില്ല എന്നുള്ള അദ്ദേഹത്തെ വലിയ വിഷയം വെച്ചു. താൻ ഈ 7 കോടിയിൽ 1 രൂപ പോലും തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല എന്നും അദ്ദേഹം ഈ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. ഇത്തരത്തിൽ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ലഭിക്കാത്ത സഹായത്തെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ള വിമർശനമാണ് CPIM ഉന്നയിക്കുന്നത്. ഈ സൊസൈറ്റിയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നാളെ CPIM ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം അനിലിൻ്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. ഇന്ന് രാവിലെ 9 മണിക്ക് ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനമുണ്ട്. അതിനുശേഷം തിരുമല കോർപ്പറേഷൻ്റെ ഒരു ഷോപ്പിംഗ് മാളുണ്ട്, അവിടെയും പൊതുദർശനമുണ്ട്. അതിനുശേഷം വീട്ടിൽ പൊതുദർശനം നടത്തിയ ശേഷം 1 മണിയോടുകൂടി ശാന്തി കവാടത്തിലാണ് മൃതദേഹം സംസ്കരിക്കുക. രജിത്ത്, ക്രിസ്റ്റീന. ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.